തൃശൂർ നല്ലങ്കരയിൽ പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ചു. മണ്ണുത്തി നല്ലങ്കരയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവത്തിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഗ്രേഡ് SI ജയൻ, സീനിയർ CPO അജു, CPOമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി ശരത് ഓങ്ങല്ലൂർ ചേരുന്നു. ശരത്ത്, എന്തായിരുന്നു സംഭവിച്ചത്? എന്തൊക്കെയാണ് പോലീസിന്റെ ചടുലമായ നടപടികൾ? അജിംഷാദ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കുന്നത് അൽത്താഫ് അഹദ് എന്നീ 2 സഹോദരന്മാരുടെ വീട്ടിൽ നടന്ന ഈ പറയുന്ന അഹദിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് നടന്ന ഒരു ലഹരി പാർട്ടിയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഈ അൽത്താഫിന്റെയും അഹദും ചേർന്ന് വീടിന് സമീപത്തുള്ള ഒരു പ്രദേശത്ത് വെച്ച് ഒരു ലഹരി പാർട്ടി സംഘടിപ്പിച്ചിരുന്നു അഹദിന്റെ പിറന്നാളിനോടനുബന്ധിച്ചിട്ട്. അതിൽ ഏതാണ്ട് 15ഓളം ഗുണ്ടകളും പങ്കെടുത്തിരുന്നു എന്നാണ് നമുക്ക് വിവരം. എന്നാൽ ഈ പാർട്ടിക്കിടെ ഈ അൽത്താഫും അഹദും അവിടെ വന്ന മറ്റുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലേക്ക് വന്ന വീട് തുറക്കാൻ അമ്മയോട് ആവശ്യപ്പെട്ടപ്പോൾ അമ്മ മണ്ണുത്തിയിലുള്ള പെട്രോളിംഗ് സ്റ്റേഷനിൽ കൺട്രോൾ റൂമിലേക്ക് അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ പോലീസ് എത്തണം, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 3 വണ്ടി പോലീസ് എത്തിയിട്ടും ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ക്യാമ്പിൽ നിന്നും കൂടുതൽ ആളുകളെ എത്തിക്കുകയായിരുന്നു. ഈ വന്ന പോലീസിന് നേരെ ഇവർ മാരകമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അതിലൊരു പോലീസുകാരന്റെ താടിയെല്ല് തകർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ അൽത്താഫ് ഒരു ബോക്സിംഗ് താരമാണ്. ഈ അൽത്താഫിനെയും അഹദിനെയും ഈ 3 വണ്ടി പോലീസ് എത്തിയിട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വലിയ വണ്ടികളിൽ കൂടുതൽ പോലീസ് എത്തിയത്. എന്നിട്ടാണ് ഇവരെ കീഴ്പ്പെടുത്തിയത്. ഈ പോലീസ് എത്തിയോട് കൂടിയിട്ട് ഈ ഒളിച്ചു നിന്നിരുന്ന മറ്റു ഗുണ്ടകൾ എല്ലാവരും ചേർന്ന് പോലീസ് വാഹനങ്ങൾ അടിച്ചു പൊളിക്കുകയായിരുന്നു. ഏതാണ്ട് 3 ബൊലേറോ വാഹനങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കൂടുതൽ ഫോഴ്സ് എത്തിയിട്ടാണ് ഇവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്. 6 പേർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷണറുടെ പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷെ പ്രതികരണത്തിനകത്ത് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. 2 കൊലക്കേസിൽ പ്രതിയായ ബ്രഹ്മജിത്ത് ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതാണ്ട് 6 പോലീസുകാർ പരിക്കുണ്ട്. 4 പോലീസുകാർക്ക് പരിക്കുണ്ട്. ഗ്രേഡ് SI ജയൻ, സീനിയർ CPO അജു, CPOമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം. അജിംഷാദ്. ശരി, ശരത് ഓങ്ങല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. പോലീസിനെ ആക്രമിച്ച ഗുണ്ടാ സംഘത്തിൽ 6 പേരെയാണ് പോലീസ് ഉടനടി പിടികൂടിയത്. 6 പേരും കസ്റ്റഡിയിലുണ്ട്. ഇതിൻ്റെ വിവരങ്ങളാണ് ശരത് ഓങ്ങല്ലൂർ നൽകിയത്.